പ്രിയമുള്ളവരെ, ബാംഗ്ലൂരിലെ എംഎസ് പാളയിലുള്ള മലയാളിപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ നാസർക്ക ഒരുക്കിയ നോമ്പുതുറ. ഇതാണ് നാസർക്ക. നാസർക്കാനെ ശരിക്കും താജ് നാസർക്ക എന്നാണ് ഇവിടെ അറിയപ്പെടുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംഎസ് പാളയിലെ ഹോട്ടൽ താജ് ഡീലൈറ്റ് എന്ന 2 സ്ഥാപനം നടത്തുന്നുണ്ട് നാസർക്ക. നല്ല ഫുഡ്, നല്ല മന്തി, അറേബ്യൻ ഫുഡുകൾ കൊടുക്കുന്ന അടിപൊളി 2 റെസ്റ്റോറന്റ് ആണ് ഹോട്ടൽ താജ് ഡീലൈറ്റ്. ഈ ഒരു നോമ്പുതുറ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് നാസർക്കയും നാസർക്കാന്റെ 4 മക്കളും ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. എംഎസ് പാളയിലെ നൂറുൽ അഖ്സ പള്ളിയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ഫുഡോട് കൂടിയുള്ള ഒരു നോമ്പുതുറ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നോമ്പുതുറ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരും അതുപോലെ ഇവിടെ പഠിക്കുന്ന കോളേജ് കുട്ടികൾക്കും അതുപോലെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കും ഇത് ഉപകാരം തന്നെയാണ്. ഇതാണ് നൂറുൽ അഖ്സ പള്ളിയുടെ ഖത്തീബ് മുഹമ്മദ് ഫാദിൽ അഹ്സൻ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആഘോഷിച്ച ഒരു നോമ്പുതുറ എന്ന് തന്നെ പറയാം. 6:15 നോമ്പ് തുറക്കാനുള്ള ആളുകൾ വന്നു തുടങ്ങി. അവരെ നാസർക്കയും മോനും ചേർന്നിട്ട് സ്വീകരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. എല്ലാ വർഷവും നാസർക്കാന്റെ വക ഒരു നോമ്പുതുറ ഇതുപോലെ ഉണ്ടാവാറുണ്ട് എന്നാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് നാസർക്കാന്റെ ഈ ഒരു നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത്. 6:20 ആയപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ഹാളിലെ സീറ്റെല്ലാം ഫുള്ളായിട്ടോ. 250 പേരെ പ്രതീക്ഷിച്ച സീറ്റാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് 350 പേർക്കുള്ള ഫുഡും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര പേര് വന്നാലും ഇന്നത്തെ ദിവസം ഇവിടെ പ്രശ്നം ഇല്ല എന്നാണ് നാസർക്ക പറഞ്ഞത്. 6:30 ബാങ്ക് വിളിച്ചു. എല്ലാവരും നോമ്പ് തുറന്നു. 10 പേര് നിന്നിട്ടാണ് നോമ്പ് തുറന്നത്. ഇരിക്കാനുള്ള സൗകര്യക്കുറവ് കാരണം. നോമ്പ് തുറന്നതിന് ശേഷം മഗ്‌രിബ് നിസ്കാരം, അതിനുശേഷമാണ് ബിരിയാണി വിളമ്പുന്നത്. നല്ല നാടൻ വാഴ ഇലയിലെ കബാബും ചിക്കൻ കബാബും അതുപോലെ ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണിയുമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ബിരിയാണിയും കബാബും പാചകം ചെയ്ത് റെഡിയാക്കിയത് നാസർക്കാന്റെ ഈ കാണുന്ന മൂത്ത മോനാണ് കേട്ടോ. എന്തായാലും ഇത്രയും പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പുണ്യമുള്ള കാര്യം തന്നെയാണല്ലേ. ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണിയെ കുറിച്ച് ഹത്തീബിനോട് ചോദിച്ചപ്പോൾ ഹത്തീബ് പറഞ്ഞത് കിടു ടേസ്റ്റ്, അടിപൊളി എന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂരിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു വീട്ടിലെ നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത് കേട്ടോ. പള്ളിയിലെ ഒരുപാട് നോമ്പുതുറയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ്. വന്ന അതിഥികൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും മുസ്തഫാക്കയും കുഞ്ഞിക്കയും ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. എന്തായാലും ഇതുപോലെ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ച നാസർക്കാക്കും കുടുംബത്തിനും നാഥൻ ഇരു ലോകത്തും വിജയം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും